നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രൊജക്ഷൻ ഇൻ ജനറൽ കേസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെപ്പറബിൾ സബ്സ്പേസിലേക്കുള്ള പ്രൊജക്ഷനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള നമ്മളൊരു കോൺവെക്സ് സെറ്റിലേക്കുള്ള പ്രൊജക്ഷൻ്റെ കാര്യമാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ദ പ്രൊപ്പോസിഷൻ സേസ് ദാറ്റ് ലെറ്റ് എം ബി എ കോൺവെക്സ് ക്ലോസ്ഡ് സെറ്റ് ഇൻ എച്ച് ആൻഡ് ലെറ്റ് distance from an element x to the convex set M, rho xm is equal to infimum of set of all norm x minus y where y varies over M. Then there exists a unique y in M such that rho xm is equal to norm of x minus y. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതേ പ്രൊപ്പോസിഷൻ തന്നെയാണ് പഠിച്ചത്. പക്ഷേ എം എന്നുള്ള കോൺവെക്സ് സെറ്റിന് പകരം നമുക്കവിടെ എൽ എന്ന് ഒരു സെപ്പറബിൾ സബ്സ്പേസ് എടുത്തിട്ടാണ് ഈ കാര്യം നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് സെപ്പറബിൾ ഒന്നും ആവണമെന്നില്ല. ഇഫ് എം ഇസ് എനി കോൺവെക്സ് ക്ലോസ്ഡ് സെറ്റ് ഇൻ എച്ച് ദെൻ ദർ എക്സിസ്റ്റ് എ യുണീക്ക് വൈ എലമെൻറ്റ് ഓഫ് എം സച്ച് ദാറ്റ് റോ എക്സ് എം ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ. So let's prove this proposition. M be a convex closed set in the Hilbert space H and നമുക്കറിയാം ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു എം. എക്സ് എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്ന ഹിൽബർട്ട് സ്പേസിലുള്ള ഒരു ആർബിട്രറി എലമെൻ്റ് ആണ്. റോ എക്സ് എം ഇസ് ഡിഫൈൻഡ് ആസ് ഇൻഫിമം ഓഫ് സെറ്റ് ഓഫ് ഓൾ നോം എക്സ് മൈനസ് വൈ വെർ വൈ എലമെൻറ്റ് ഓഫ് എം. നമുക്ക് ആ ഡിസ്റ്റൻസിനെ ഡി എന്ന് വിളിക്കാം. എഴുതാനുള്ള ഒരു സൗകര്യത്തിന് ഈ റോ എക്സ് എമ്മിനെ നമ്മൾ ഡി എന്ന് വിളിക്കുന്നു. സോ ഈ ഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സെറ്റിൻ്റെ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഈ സെറ്റിൻ്റെ ഇൻഫിമമാണ്. ഓക്കെ, നമുക്കറിയാം സെറ്റിൻ്റെ ഇൻഫിമമാണ് ഡി എങ്കിൽ ഈ സെറ്റിലുള്ള ഒരു സീക്വൻസ് ഡിയിലേക്ക് കൺവെർജ് ചെയ്യുന്നതായിട്ടുണ്ടാവും. അതായത് ദർ എക്സിസ്റ്റ് സം സീക്വൻസ് നോം ഓഫ് എക്സ് മൈനസ് വൈ എൻ, കാരണം ഇവിടെ എക്സ് ഫിക്സഡ് ആണ്, വൈ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു സീക്വൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ വൈ എൻ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. സോ ദർ എക്സിസ്റ്റ് എ സീക്വൻസ് വൈ എൻ ഇൻ എം സച്ച് ദാറ്റ് നോം ഓഫ് എക്സ് മൈനസ് വൈ എൻ കൺവെർജസ് ടു ഡി ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇപ്പോൾ ഇൻഫിമത്തിലേക്ക് കൺവെർജ് ചെയ്യുന്ന സീക്വൻസ് ആ സെറ്റിലുണ്ട്. ഇനി നമുക്ക് നോക്കാം. പാരലലോഗ്രാം ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരലലോഗ്രാം ലോ പ്രകാരം 2 times നോം എക്സ് സ്ക്വയർ പ്ലസ് നോം വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു നോം ഓഫ് എക്സ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എക്സിനും വൈക്കും പകരം ഞാൻ എടുക്കുന്നത് നോം ഓഫ് എക്സ് മൈനസ് വൈ എന്നും മീൻസ് എക്സ് മൈനസ് വൈ എന്നും എക്സ് മൈനസ് വൈ എമ്മും ആണ്. സോ ഐ ഹാവ് 2 times നോം ഓഫ് എക്സ് മൈനസ് വൈ എൻ സ്ക്വയർ plus norm of x minus ym square is equal to norm of x minus yn plus x minus ym square plus norm of x minus yn minus x minus ym square. Simple parallelogram law. അപ്പോൾ ഇതിലിപ്പോൾ ഈ ടേം ആർ എച്ച് എസ് നമുക്ക് എൽ എച്ച് എസ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ ആർ എച്ച് എസിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് എക്സ് മൈനസ് വൈ എൻ പ്ലസ് എക്സ് മൈനസ് വൈ എം ഇസ് 2x മൈനസ് വൈ എൻ പ്ലസ് വൈ എം. അതുപോലെ ഇവിടെയാണെങ്കിൽ എക്സ് മൈനസ് വൈ എൻ മൈനസ് എക്സ് മൈനസ് വൈ എം എന്ന് പറയുമ്പോൾ എക്സ് എക്സ് ഗെറ്റ് ക്യാൻസൽഡ്, ദെൻ മൈനസ് ഓഫ് മൈനസ് വൈ എം വിൽ ബിക്കം പ്ലസ് വൈ എം. സോ ദിസ് ഇസ് നോം ഓഫ് വൈ എം മൈനസ് വൈ എൻ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് കിട്ടിയത്? 2 times നോം എക്സ് മൈനസ് വൈ എൻ സ്ക്വയർ പ്ലസ് നോം എക്സ് മൈനസ് വൈ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു നോം ഓഫ് 2x മൈനസ് വൈ എൻ പ്ലസ് വൈ എം സ്ക്വയർ പ്ലസ് നോം ഓഫ് വൈ എം മൈനസ് വൈ എൻ സ്ക്വയർ. ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു ഇക്വേഷനാണ്. ഇതിൽ വൈ എന്നും വൈ എമ്മും ക്യാപിറ്റൽ എമ്മിലുള്ളവരാണ്. ആൻഡ് ക്യാപിറ്റൽ എം ഇസ് കോൺവെക്സ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻസ്, അതായത് ലാംഡ വൈ എൻ ആൻഡ് വൈ എം എലമെൻറ്റ് ഓഫ് എം മീൻസ് ലാംഡ വൈ എൻ പ്ലസ് 1 minus lambda y m is in m for where lambda is such that 0 less than or equal to lambda less than or equal to 1.
അപ്പോൾ ഇവിടെ ഞാൻ ലാംഡയുടെ വാല്യൂ 1/2 എന്ന് എടുത്തു എന്ന് വിചാരിക്കുക. സോ ദിസ് വിൽ ബി 1/2 yn. 1 - 1/2 is again 1/2. സോ 1/2 ym. സോ ഓൾ ടുഗെദർ എനിക്ക് ഇങ്ങനെ എഴുതാം, yn + ym ഡിവൈഡഡ് ബൈ 2 ഈസ് ഇൻ m. m കോൺവെക്സ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റും. സോ I will rub this. സോ നമുക്ക് ഈ yn + ym ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എമ്മിലുള്ള ഒരു എലമെൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ദിസ് എലമെൻറ്റ് നോം ഓഫ് എക്സ് മൈനസ് yn + ym ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിൻ്റെ ഇൻഫിമമായ ഡിയേക്കാൾ വലുത്. ബിക്കോസ് ഡി ഈസ് എ ലോവർ ബൗണ്ട് ഫോർ ദാറ്റ് സെറ്റ്. ആ സെറ്റിലുള്ള ഒരു എലമെൻ്റാണ് ഇപ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി. ഓക്കെ, ത്രൂ ഔട്ട് നമ്മളൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? നോം ഓഫ് 2x മൈനസ് yn + ym ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2d. ഓക്കെ, ദെൻ നമ്മളിതിനെ സ്ക്വയർ ചെയ്തു എന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ ഈ കിട്ടിയ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇനീക്വാലിറ്റിയെ സ്ക്വയർ ചെയ്താൽ നോം ഓഫ് 2x മൈനസ് yn + ym സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4d². പിന്നെ ഓൾറെഡി നമുക്ക് yn-ഉം ym-ഉം എല്ലിലുള്ള ആൾക്കാരാണ്. yn ആൻഡ് എല്ലല്ല എം, yn ആൻഡ് ym ഇവരൊക്കെ എമ്മിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നോം ഓഫ് എക്സ് മൈനസ് yn എന്ന് പറയുന്നതും അതുപോലെ നോം ഓഫ് എക്സ് മൈനസ് ym എന്ന് പറയുന്നതും ഇവരൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആയിരിക്കും. ബിക്കോസ് ഇവരെല്ലാം നമ്മുടെ ആ സെറ്റിലുള്ള ആൾക്കാരാണ്. സെറ്റിൻ്റെ ലോവർ ബൗണ്ടാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d² ആണെന്ന് പറയാൻ പറ്റും. ദെൻ നമ്മളിവിടെ 1 എന്ന് പറയുന്നൊരു ഇനീക്വാലിറ്റി എടുത്തിട്ടുണ്ട് അല്ലേ? ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d². This is also greater than or equal to d². So the sum is greater than or equal to 2d². And we have a 2 here. So LHS of this 1, അതായത് 2 times norm of x minus yn square plus norm of x minus ym square is greater than or equal to 4d². ഓക്കെ, അതുപോലെ നമുക്ക് പറയാം ഇതെപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4d² ആണ്. അതുകൂടാതെ പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നോം ഓഫ് 2x മൈനസ് yn + ym സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4d². അപ്പോൾ ഇതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4d² ആണ്. ഓർ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ദിസ് കൺവെർജസ് ടു ഡി അല്ലേ? ദിസ് കൺവെർജസ് ടു ഡി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അതുപോലെ ദിസ് കൺവെർജസ് ടു ഡി ആസ് m ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ d² പ്ലസ് d² 2d² ഇൻറ്റു 2 4d² അങ്ങനെ പറയാം. സോ LHS ഓഫ് 1 കൺവേർജസ് ടു 4d² ആസ് m and n ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4d². ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 1 എന്ന് പറയുന്ന ഇനീക്വാലിറ്റിയിൽ m and n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4d², ഇവിടെ 4d². So we will get limit of norm of ym minus yn square എന്ന് പറയുന്നത് ഇതിങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റ് ആരായിരിക്കണം? ദിസ് മസ്റ്റ് ബി 0. ഓക്കെ, കാരണം ഇത് നോൺ നെഗറ്റീവാണ്, നെഗറ്റീവ് ആകാൻ പറ്റില്ല അതിന്. അപ്പോൾ അതുകൊണ്ട് ഈ ലിമിറ്റ് 0 ആയിരിക്കണം. സോ വി ഹാവ് ലിമിറ്റ് ഓഫ് norm of ym minus yn square as m and n goes to infinity is equal to 0. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സീക്വൻസ് yn ഈസ് എ കോഷി സീക്വൻസ് ഇൻ m. ഇനി m എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സെറ്റാണ്. ക്ലോസ്ഡ് സെറ്റ് ആകുമ്പോൾ ഇഫ് സീക്വൻസ് yn ഈസ് എ കോഷി സീക്വൻസ് ഇൻ m ഇറ്റ് വിൽ കൺവേർജ് ഇൻ m. ഓക്കെ, സോ m ഇസ് ക്ലോസ്ഡ്. സോ yn വിൽ ഹാവ് എ ലിമിറ്റ്. ആ ലിമിറ്റിനെ നമ്മൾ y എന്ന് വിളിക്കണു. ആ y m-ലുണ്ട്. ഓക്കെ, അപ്പോൾ yn എങ്ങനെയാണ് നമ്മൾ സീക്വൻസ് yn എടുത്തിരിക്കണേ? നോം ഓഫ് എക്സ് മൈനസ് yn കൺവേർജസ് ടു ഡി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ്. മാത്രമല്ല നമ്മുടെ നോം എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നോം ഓഫ് എക്സ് മൈനസ് y ഈക്വൽ ടു ടി.
So you take any x element of H, you will get a y in M such that norm of x minus y is equal to d. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എത്ര വൈകളുണ്ടാവും, ഈ ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ എത്ര വൈകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതാണ് നമ്മളിനി നോക്കുന്നത്. ആൻഡ് ഐ എം ക്ലെയിമിങ് ദാറ്റ് y is unique. അതായത് നോം ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഡി എന്നുള്ള ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു വൈയെ ഉണ്ടാവുകയുള്ളൂ. സോ വി വിൽ പ്രൂവ് ദ യുണീക്ക്നെസ് ഓഫ് സച്ച് എ വൈ. സപ്പോസ് വൈ മാത്രമല്ല, നമുക്കൊരു സെഡും കൂടിയുണ്ട്, എമ്മിൽ ഒരു സെഡും കൂടിയുണ്ട് സാറ്റിസ്ഫൈയിങ് ദ സെയിം ഈക്വാലിറ്റി എന്ന് വിചാരിക്കുക. അതായത് നമുക്ക് നോം ഓഫ് എക്സ് മൈനസ് വൈയും ഡി ആണ്, നോം ഓഫ് എക്സ് മൈനസ് സെഡും ഡി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂഫിൽ പ്രൊസീഡ് ചെയ്തത് എങ്ങനെയാണെന്ന് ആലോചിക്കുക. വി വിൽ ചൂസ് എ സീക്വൻസ് വൈ എൻ ഇൻ എം സച്ച് ദാറ്റ് നോം ഓഫ് എക്സ് മൈനസ് വൈ എൻ കൺവേർജസ് ടു ഡി അല്ലേ. ആ വൈ എൻ ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്യാണ്, yn equal to y if n is odd, yn equal to z if n is even. അതായത് ഒരു ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് y z y z y z, ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ഞാൻ എടുക്കണു. ഉറപ്പായിട്ടും നോം ഓഫ് എക്സ് മൈനസ് വൈ എൻ വിൽ കൺവേർജ് ടു ഡി. പക്ഷേ ആ സീക്വൻസിന്, നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ സീക്വൻസ് വൈ എന്നിന് കോഷി സീക്വൻസ് ആവാനോ കൺവേർജൻ്റ് ആവാനോ ഒന്നും പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ്. സോ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് norm x minus y equal to d and norm x minus z equal to d, ഈ ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു വൈയും സെഡും ഉണ്ടെങ്കിൽ വി വിൽ അറൈവ് അറ്റ് എ കോൺട്രഡിക്ഷൻ. സോ y ഈക്വൽ ടു z ആവാനേ പറ്റുള്ളൂ, അതായത് y എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കാം. ഓക്കെ, ഇനി കൂടുതൽ ഡിസ്കഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.